വിഷ്ണു നേരത്തെ സ്വാതി സൂചിപ്പിച്ചു വെച്ചതുപോലെ തന്നെ വിവിധ രീതിയിലുള്ള വ്യാജ വാർത്തകൾ, വ്യാജ വീഡിയോകൾ അടക്കം പാകിസ്ഥാനിൽ നിന്ന് പ്രചരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കൽ കൂടി പാകിസ്ഥാന്റെ ഭാഗത്ത് പ്രകോപനപരമായി തന്നെ ഉണ്ടാകുന്നുണ്ട്. നമ്മളെല്ലാം കാത്തിരിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും ഇനി നടത്താനിരിക്കുന്ന വാർത്താ സമ്മേളനത്തിനെ കുറിച്ച് തന്നെയാണ്. അത്തരത്തിലുള്ളൊരു ബ്രീഫിംഗ് എന്താണ് ഇന്ത്യയുടെ സൈനിക നീക്കങ്ങൾ, ഇന്നലെ എന്ത് സംഭവിച്ചു, ലാഹോറിലും റാവൽപിണ്ടിയിലും കറാച്ചിയിലും ഇസ്ലാമാബാദിലും അടക്കമുള്ള പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ നഗരങ്ങളിൽ ഏത് രീതിയിലായിരുന്നു ഇന്ത്യ നടത്തിയ സൈനിക ഓപ്പറേഷൻ, ഒപ്പം ഇന്നലെ രാത്രി ഉണ്ടായ തിരിച്ചടി കറാച്ചി തുറമുഖത്തായാലും ഐനസ് വിക്രാന്ത് ഉപയോഗിച്ചായാലും സുദർശന ഉപയോഗിച്ചായാലും നടത്തിയ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നീക്കങ്ങൾ ഏത് തരത്തിലായിരുന്നു, ഇനി മുന്നോട്ടുള്ള നടപടികൾ ഏത് തരത്തിൽ മുന്നോട്ട് പോകും എന്നതൊക്കെ ആയിരിക്കും ഇന്ന് ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ പുറത്തേക്ക് അറിയാൻ പോകുന്നതല്ലേ. ഔദ്യോഗികമായി ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളൊന്നുമില്ലാതെ തന്നെ ഏത് രീതിയിൽ കൃത്യമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നു, ഇന്ത്യയുടെ സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള വ്യക്തത വരുന്നത് ആ ബ്രീഫിംഗിലൂടെയാകുമല്ലേ? ഇന്ന് രാവിലെ 10 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനമാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും അതോടൊപ്പം തന്നെ സംയുക്ത സൈനിക വിഭാഗത്തിൻ്റെയും വാർത്താ സമ്മേളനമാണ് ഇന്ന് രാവിലെ 10 മണിക്ക് നടക്കുക. ആ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. നമ്മൾ നേരത്തെ കണ്ടതാണ് ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇത്തരത്തിൽ സംയുക്ത സൈനിക വാർത്താ സമ്മേളനം നടന്നിരുന്നു. അതിൽ വിദേശകാര്യ സെക്രട്ടറി കൂടി പങ്കെടുത്തിരുന്നു. അത്തരത്തിലായിരുന്നു അന്ന് വാർത്താ സമ്മേളനം നടന്നത്. അതേ മാതൃകയിൽ തന്നെയായിരിക്കും ഇന്ന് രാവിലെ 10 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനവും. അപ്പോൾ ആ ഒരു വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി തന്നെ ഇന്നലെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ പ്രകോപനപരമായിട്ടുള്ള നടപടികളെക്കുറിച്ച് പാകിസ്ഥാൻ ഏതൊക്കെ മേഖലകളിലാണ് ആക്രമണം അഴിച്ചുവിട്ടത്, മിസൈൽ ആക്രമണം എവിടെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യ കൃത്യമായി തന്നെ വിശദീകരിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ പുറത്തു വരുന്ന പല റിപ്പോർട്ടുകളുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങൾ F-16 അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടിരുന്നു. അതിൽ 2 ഈ പൈലറ്റുമാരെ ജീവനോടെ ഇന്ത്യ കസ്റ്റഡിയിൽ എടുത്തതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നടക്കുന്ന 10 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നടക്കുന്ന വാർത്താ സമ്മേളനം എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇനി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തുടർ നടപടികളടക്കം ഒരുപക്ഷെ വിശദീകരിച്ചേക്കും. കാരണം പാകിസ്ഥാൻ നിരന്തരം വലിയ തോതിലുള്ള പ്രകോപനം തന്നെയാണ് അതിർത്തി മേഖലകളിൽ ഇപ്പോഴും തുടരുന്നത്. ഇന്നലെ രാത്രി നടന്ന ഈ ഒരു വലിയ പ്രകോപനത്തിന് ശേഷം മണിക്കൂറുകൾക്ക് പിന്നാലെ വീണ്ടും ജമ്മു കശ്മീർ അതിർത്തി മേഖലകളിലായിട്ടുള്ള കുപ്വാര, ഉറി, പൂഞ്ച് ഉൾപ്പെടെയുള്ള മേഖലകളിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് നിരന്തരം വെടിയുതിർക്കുന്നുണ്ട്. ഷെല്ലാക്രമണം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ തന്നെ ഏത് തലത്തിലായിരിക്കും ഇന്ത്യ ഇനി പ്രതിരോധിക്കുക എന്നതടക്കമായിരിക്കും ഇന്നത്തെ ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുക. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് 10 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനം വളരെയധികം നിർണായകമാവുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണ് ഉന്നതതല യോഗങ്ങൾ ദില്ലിയിൽ ചേരുന്നുണ്ട്. വളരെ നിർണായകമാണ് ഇന്ന് ചേരുന്ന യോഗം എന്ന് പറയുന്നത്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഉന്നതതല യോഗം വിളിച്ചിട്ടുള്ളത്. ആ യോഗത്തിൽ സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ അതോടൊപ്പം തന്നെ സൈനിക മേധാവിമാരും ഈ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കും. അതിൻ്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടികൾ ചർച്ച ചെയ്യുക, ഏത് തലത്തിലായിരിക്കണം ഇനി ഇന്ത്യ ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടത്, ഏതൊക്കെ തലത്തിൽ തിരിച്ചടി നൽകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ രാജ്നാഥ് സിംഗ് വിളിച്ചു ചേർത്തിട്ടുള്ള ഉന്നതതല യോഗത്തിൽ ചർച്ചയാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വിനിഷ.